നമ്മളിപ്പോൾ ഇരിക്കുന്നത് റാങ്ക് നമ്പർ 1 യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള തജിക് നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റലിലാണ്. ഇവിടെയാണ് സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽസും ക്ലാസ്സസും എല്ലാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. തജിക്കിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണിത്. അതുപോലെ തന്നെ തജിക്കിസ്ഥാനിൽ ഇപ്പോൾ ദുഷാംബയിൽ 3 റോദോം എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന കുട്ടികളെ പ്രസവിക്കുന്ന സ്ഥലം 3 എണ്ണമാണുള്ളത്. അത് 3 ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ആൻഡ് ഇമ്മൻസ് ഓഫ് പ്രാക്ടിക്കലായിരിക്കും കുട്ടികൾക്ക് കിട്ടുന്നത്. എങ്ങനെ തജിക്കിസ്ഥാൻ സ്റ്റുഡൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെയാണ് ഫോറിൻ സ്റ്റുഡൻസിന് ഇവിടെ പ്രാക്ടിക്കൽ കിട്ടുന്നത്. ഈ കാണുന്നതാണ് തജിക് നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് ഹോസ്പിറ്റൽ ക്ലിനിക്ക് വരാൻ പോകുന്നത്. അതായത് യൂണിവേഴ്സിറ്റി പ്രീമിസസിനകത്ത് തന്നെയുള്ള സ്റ്റുഡൻറ്റ് ക്ലിനിക്കാണ് വരുന്നത്. ഏകദേശം 300 പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലാണ്. മോസ്റ്റ്ലി ഇവിടെ സ്റ്റുഡൻസ് ആണ് ആൻഡ് ഔട്ട്സൈഡേഴ്സ് ഓൾറെഡി ബിൽഡിങ്ങിൻ്റെ പ്ലാനാണ്. ബൈ സെപ്റ്റംബർ ഇറ്റ് വിൽ ബി ഓവർ. സോ ഹോസ്പിറ്റൽ അല്ലാതെ ഇൻസൈഡ് ദ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അവർക്ക് സ്റ്റുഡൻസ് ഹോസ്പിറ്റൽ ക്ലിനിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്, മെയിൻ ഹോസ്പിറ്റൽ അല്ലാതെ. കൺസ്ട്രക്ഷൻ ഫിനിഷ് ആകുമ്പോഴത്തേക്ക് ഇതുപോലെയാണ്. ബൈ സെപ്റ്റംബർ ഇവർ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. 300 സ്റ്റുഡൻസിന് അറ്റ് എ ടൈം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലിനിക്കാണിത്. സോ ഈ ക്ലിനിക്ക് പോലും ഒട്ടും ചെറുതല്ല. ഇതല്ല, നമ്മൾ ഓൾറെഡി വലിയ ഹോസ്പിറ്റൽ കണ്ടല്ലോ, 16 ബ്ലോക്കുള്ള. എവറിത്തിങ് ഈസ് ഫോർ അവർ സ്റ്റുഡൻസ്. അത്രയ്ക്കും വിമൻസ് പ്രാക്ടിക്കലായിരിക്കും കുട്ടികൾക്ക് കിട്ടുക. ഇത് സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലാണ്. അപ്പം അത് ഹോസ്പിറ്റൽ നമ്മൾ ഓൾറെഡി കണ്ടു. ഇത് ഹോസ്റ്റലാണ്. 2 ബിൽഡിംഗ് ഉണ്ട്. ഓൾറെഡി 1 ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനായിരിക്കും ഹോസ്റ്റൽ കൊടുക്കുക. 49 ഹെക്ടേഴ്സ് ഉള്ള 49 ഹെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഏക്കർ വരും? ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രിമിസസ് ഒരു ഐലൻഡ് പോലെയാണ്. നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഒരു ഐലൻഡ് പോലെയാണ്. ഇതിനകത്താണ് ഓൾ ബിൽഡിങ്സ് ഇൻക്ലൂഡിങ് സ്റ്റേഡിയവും കാര്യങ്ങളും എല്ലാം വരുന്നത്. റാങ്ക് നമ്പർ 1 യൂണിവേഴ്സിറ്റി, തജിക് നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്.